ഈ രാമായണ മാസത്തിന്റെ 3-ാം ദിവസം കോട്ടയം ജില്ലയിലേക്ക് ഞങ്ങൾ നടത്തിയ നാലമ്പല ദർശനയാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ഉച്ചപൂജയ്ക്ക് മുന്നേ തന്നെ നാലമ്പല ദർശനം പൂർത്തിയാക്കണമെന്നുള്ളതുകൊണ്ടും ഈ ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടാവുമെന്നുള്ളതുകൊണ്ടും ഞങ്ങൾ വെളുപ്പിന് 3 മണിക്ക് തന്നെ പുറപ്പെട്ടു. ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായ ശ്രീരാമന്റെയും ഭരതന്റെയും ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും ക്ഷേത്രം കർക്കിടക മാസത്തിൽ ഒരേ ദിവസം തന്നെ ദർശിച്ചു പോരുന്നതിനെയാണ് നാലമ്പല ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മേദിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങൾ. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി മറ്റു 3 ക്ഷേത്രങ്ങളും സന്ദർശിച്ചതിന് ശേഷം തിരിച്ച് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്ന് ശ്രീരാമനെ തൊഴുതു കഴിഞ്ഞാൽ മാത്രമേ നാലമ്പല ദർശനം പൂർത്തിയാവുകയുള്ളൂ. ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലാണ് കോട്ടയം ജില്ലയിലെ ഈ നാലമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നത്. കുടുംബത്തിന്റെ ഐക്യത്തിനും ഉദ്ദിഷ്ടകാര്യത്തിനും ദുരിത നിവാരണത്തിനും മുജ്ജന്മദോഷ പരിഹാരത്തിനുമൊക്കെയായിട്ടാണ് ഭക്തർ നാലമ്പല ദർശനം നടത്തിപ്പോരുന്നത്. ഇനി ഈ 4 അമ്പലങ്ങളിലെയും പ്രധാന വഴിപാടുകളെക്കുറിച്ച് പറയാം. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അമ്പും വില്ലും സമർപ്പണം, കൂടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ ചതുർബാഹു സമർപ്പണം. ശ്രീകൃഷ്ണന്റെ 4 കൈകളുള്ള രൂപത്തെയാണ് ചതുർബാഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശംഖ്, ചക്രം, ഗദ, താമര എന്നിവയാണ് ചതുർബാഹുവിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിൽ ശംഖു സമർപ്പണവും പിതൃപ്രീതിക്കായി മീനൂട്ടും നടത്തി വരുന്നുണ്ട്. മേദിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ ശ്രീചക്ര സമർപ്പണവും തൊട്ടിൽ സമർപ്പണവുമാണ് പ്രധാന വഴിപാടുകൾ. ഈ 4 ക്ഷേത്രങ്ങളിലും കുടുംബാർച്ചനയും നടത്താവുന്നതാണ്. ഹൈന്ദവ വിശ്വാസങ്ങൾക്കനുസരിച്ച് നാലമ്പല ദർശനം നടത്തുന്നത് രാമായണ പാരായണം ഒരു പ്രാവശ്യം പൂർത്തിയാക്കുന്നതിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്. 4 അമ്പലവും ദർശിച്ച് വഴിപാടുകളും കഴിച്ച് പ്രസാദവും വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 10:30 കേട്ടോ. നാലമ്പല ദർശനം ഉച്ചപൂജയ്ക്ക് മുന്നേ പൂർത്തിയാക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാലമ്പല ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്നവർ അതിരാവിലെ തന്നെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവാറുണ്ട്. നാലമ്പല ദർശനത്തെക്കുറിച്ച് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. നാലമ്പല ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ.